കൊച്ചി വൈഗ കൊലക്കേസിൽ വിധി ഇന്ന് 10 വയസ്സായ മകളെ മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് സനു മോഹനാണ് ഏകപ്രതി. കടബാധിതകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് കൊലപാതകം നടത്തിയതെന്നാണ് കുറ്റപത്രം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് വിധി പറയുക. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, അല്പസമയത്തിനകം എന്തായാലും വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം, ഈ വിചാരണാ വേളയിലുണ്ടായ പരസ്പര വാദഗതികൾ, അതൊക്കെ ഒന്ന് വിവരിക്കാമോ? രഞ്ജിത്ത്, 2021 മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. മാർച്ച് 21-നാണ് പ്രതിയായ സനു മോഹൻ തന്റെ 10 വയസ്സുകാരിയായ മകൾ ഏകമകൾ വൈഗയെ കൊലപ്പെടുത്തുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം പിറ്റേന്ന് 22-ന് കളമശ്ശേരി മുട്ടാറിന് സമീപമുള്ള മുട്ടാർ പുഴയിൽ മരിച്ച ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അവിടെ പരിസരത്തുള്ളവരാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിനുശേഷം ഈ കുട്ടിയുടെ പിതാവിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും അന്വേഷണം എവിടെയും ചെന്നിരുന്നില്ല. കുട്ടിയുടെ വിശദാംശങ്ങൾ എടുത്തപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടിയെ ഇയാൾ രാത്രി കൊണ്ടുപോരുകയായിരുന്നു. തുടർന്ന് പോലീസിലുണ്ടായിരുന്ന ആദ്യൊരു സംശയം എന്ന് പറയുന്നത് ഇയാൾ കൂടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിലേക്ക് വന്നിരുന്നു. കാരണം നിരവധി കടബാധ്യതകൾ ഇയാൾ വരുത്തിയിരുന്നു. നേരത്തെ പൂനെയിലും മറ്റും ബിസിനസ് ചെയ്തപ്പോൾ ഉണ്ടായ കോടികളുടെ കടം ഉണ്ടായിരുന്നു. മദ്യപാനിയാണ്, ചൂതാട്ട കേന്ദ്രങ്ങളുടെ സ്ഥലം സന്ദർശകനാണ്. അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കടബാധ്യത രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തതാകാം എന്നൊരു സംശയത്തിൽ ആദ്യഘട്ടത്തിൽ മുട്ടാർപ്പുഴയിലും മറ്റും വലിയ രീതിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ ഇയാളുടെ കാർ കടന്നു പോകുന്നത് ഒരു ടോൾ പ്ലാസയിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു കൊലപാതകം നടത്തി ഇയാൾ തന്നെയും ഇയാൾ താൻ ആത്മഹത്യ ചെയ്താവോ അല്ലെങ്കിൽ കാണാതെ പോയതാകോ എന്ന രീതിയിലേക്ക് വരുത്തിത്തീക്കാനുള്ള ഒരു ബോധപൂർവമായൊരു ശ്രമം, അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 28 ദിവസത്തിനകം കർണാടകയിലെ കാർവാറിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്യുന്നു. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുന്ന വിശദാംശങ്ങളിലേക്ക് വരുന്നത്, ഇയാൾ മകളെ ഭാര്യയുടെ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോരുമ്പോൾ തന്നെ ശീതളപാനീയത്തിൽ മദ്യം ചേർത്ത് കൊടുത്ത് ബോധം കെടുത്തിയതിനു ശേഷമാണ് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കമ്പിളി പുതപ്പ് കൊണ്ട് മൂടി കുട്ടിയെ 10 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത്. തുടർന്ന് ഈ വളരെ ആളൊഴിഞ്ഞൊരു പ്രദേശമാണ് മുട്ടാർപ്പുഴയുടെ ഈ ഭാഗങ്ങൾ, കളമശ്ശേരി ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ അത്രയും ഈ കൊലപാതകത്തിന്റെ യാതൊരുവിധ പശ്ചാത്തലം മറ്റൊന്നും തന്നെ പ്രകടിപ്പിക്കാത്ത നിഷ്ഠൂരനായ ഒരു കൊലയാളി തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം ഇയാളെ സംബന്ധിച്ച വസ്തുതകളിലേക്ക് വരുമ്പോൾ പറയുന്നത്. കാരണം തുടർന്ന് ഇയാൾ സിനിമയ്ക്ക് പോവുകയും ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക് പോവുകയും മദ്യശാലകളിലേക്ക് പോവുകയും അങ്ങനെ ആ രീതിയിൽ തന്നെ ജീവിച്ചു. ഇയാൾ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി വാങ്ങിയിരുന്നു. അത് വിറ്റ പണം ഉപയോഗിച്ചു വിദേശത്ത് കടക്കാനുള്ള ശ്രമം അത്രയും ഈ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തു. പോലീസിന്റെ കൃത്യമായൊരു ട്രാക്കിങ്ങിലൂടെ തന്നെയായിരുന്നു ഇയാളെ പോലീസ് കൊടുക്കുകയും ചെയ്യുന്നത്. 28 ദിവസത്തിന് ശേഷം 28 ദിവസം പോലീസ് വളരെ കൃത്യമായ ഒരു അന്വേഷണത്തിൽ തന്നെയായിരുന്നു. അവരൊരു സെർച്ച് റഡാറിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു. തുടർന്ന് കേസ് ഇവിടേക്ക് മറ്റ് തുടർ നടപടികൾ കാര്യങ്ങളിലേക്ക് വേണ്ടി എറണാകുളത്തെത്തിക്കുകയും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ആ കേസിൽ ഏതാണ്ട് 75ഓളം സാക്ഷികൾ വിസ്താരത്തിലുണ്ടായിരുന്നു. 150-ലധികം തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് വന്നിരുന്നു. ഇതിൽ പരമാവധി ശിക്ഷ നൽകുക, കാരണം സ്വന്തം കുട്ടിയെ അതിനിഷ്ഠൂരമായിട്ട് തന്നെ കൊലപ്പെടുത്തുക, അമ്മയിൽ നിന്ന് തട്ടിക്കൊണ്ടുവരിക, കൊലപ്പെടുത്തുക, അതെല്ലാം ചെയ്തിട്ട് താൻ മരിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു. ഒപ്പം രക്ഷപ്പെടാനായിട്ട് അതൊരു മറയാക്കുകയും ചെയ്തു. അങ്ങനെ ഒട്ടും പശ്ചാത്താപമില്ലാതെ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കടന്നു പോവുകയും ചെയ്യൂ. ഇയാളൊരു സൈക്കോ കില്ലർ എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകുക എന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ കേസ് കോടതിയിൽ വരുമ്പോഴെല്ലാം തന്നെ പറയുകയും വാദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഇന്ന് അതിൽ 11 മണിക്ക് ശേഷം വിധിയുണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്ന അതിവേഗ കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഈ ദിവസങ്ങളിൽ അതിന് വിചാരണ നടന്നത്. ഇനി അതിന്റെ വിധി എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. രഞ്ജിത്ത്.